ഞാനും ഐസക്കും അവനോട് സംസാരിച്ചിരുന്നു. പുറത്തു തരുന്നതിനെക്കുറിച്ചും നിന്റെ സങ്കടവുമൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. ആദ്യം നിന്നെ കാണാൻ അവൻ സമ്മതമില്ലായിരുന്നു. അവസാനം ഐസക് അവനോട് ഒരുപാട് നേരം സംസാരിക്കുന്നത് കണ്ടു. ഒടുക്കം അവൻ സമ്മതിച്ചു. നീ കരുതിക്കൂട്ടി ചെയ്തതല്ലോ ഒന്നും. അവനത് മനസ്സിലാവും. കർത്താവെല്ലാം കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലേ ചെയ്തിട്ടില്ലെന്ന്. നമ്മുടെ മരിച്ചുപോയ അപ്പനമ്മനെ പിടിച്ച് സത്യം ചെയ്തതല്ലേ. മോനെ ഇപ്പൊ ഒന്ന് കരയുന്ന എന്തിനാ? എന്റെ ജീവിതം ഇതിനുള്ളിൽ ഉരുകിത്തീരുന്ന എന്റെ സഹതാപം കാണിക്കാനല്ലേ. നിങ്ങളെന്നെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളുടെ യൂണിഫോമിനെയാണ്. ഇനിയിപ്പൊ ഞാനെല്ലാം പുറത്തു തന്നാൽ എന്നെ ഇവിടെ ഒന്ന് തുറന്നു വിടുവോ? ഇല്ലല്ലോ. നിങ്ങളെ കാണുമ്പോ എനിക്ക് പകയാ. ഞാൻ അച്ചായെന്ന് വിളിച്ച് നിങ്ങൾ എന്റെ ജീവിതം തകർത്തേന്, ഒരു കൂടപ്പിറപ്പിനെ സ്നേഹം കാണിക്കാതെ ദ്രോഹിച്ചേന് എനിക്ക് പുറത്തിറങ്ങണം. എന്തിനാണെന്നറിയോ? നിങ്ങളെ കൊല്ലാൻ. ഇത്രയും കാലം നിങ്ങളെ കാണാതെ ഞാൻ നേടിയത് നിങ്ങളെ ഇല്ലാതാക്കാനുള്ള ധൈര്യമായിരുന്നു. അവനെ നീയും തിരിച്ചറിഞ്ഞല്ലോ അല്ലേ? അവനെന്നും അവൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ മോനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. കേട്ടില്ല. ഒറ്റ മോനെ എനിക്ക്. കിഡ്നാപ്പിംഗ് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന അവന് ഇനി എന്ത് ജീവിതമുള്ളത്? എനിക്കറിയാമല്ല. തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയതാ എൻ്റെ മോൻ. ഒരു പ്രാവശ്യത്തേക്ക് അവനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കെഞ്ചി അപേക്ഷിച്ചിട്ടുണ്ട്. കേട്ടില്ലേ? ജീവന തുല്യം ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയെ കൊന്നവനാ ഞാനെന്ന് ആരൊക്കെ പറഞ്ഞപ്പോ വിശ്വസ്തത അയാൾ. എനിക്ക് വേണ്ടി എന്തെങ്കിലും അയാൾ ചെയ്തെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. അയാളില്ലാതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ നിങ്ങൾ സഹായിച്ചാൽ തിരിച്ച് ഞാനും സഹായിക്കും. Philip, I know you are a sharp shooter. Just finish him off. എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞെടുത്ത് വാ. അവിടെ നിന്ന് നിനക്ക് പറക്കാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരും.
കൈകൊണ്ട്. അങ്ങനെ ജയിൽ ബ്രേക്ക് പാവം 3 പോലീസുകാരുടെ സസ്പെൻഷനിൽ ഒതുക്കി. ഇനി അവന്മാരുടെ 6 മാസത്തെ ചെലവ് എൻ്റെ അക്കൗണ്ടിലാണ്. ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ പഴച്ചു. I won't let it happen again. കാര്യം കഴിഞ്ഞാൽ നേപ്പാളിലേക്ക് കിടക്കാം. അവിടെ നിന്ന് തായ്ലൻഡ്. എത്രയും പെട്ടെന്ന് തീർക്കണം. എന്തിനും ഏതിനും ഞാനുണ്ടായിരുന്നില്ലേ നിങ്ങളുടെ കൂടെ? എന്നിട്ടും എന്നെ എൻ്റെ പെണ്ണനെയും. If you move your feet, I'll move my finger. സാർ, രാത്രി 9 മണിയോടെയാണ് സംഭവം. ദൃക്സാക്ഷികൾ ആരും ഉണ്ടായിരുന്നില്ല. 9:15 പോലീസ് എത്തി. സംഭവത്തിന് ശേഷം ഈ ഏരിയയിലോട്ട് വണ്ടി വല്ലതും കിടത്തിയിട്ടില്ല? ഇല്ല സാർ. ഫിലിപ്പല്ല കൊലപാതകി. അതിനു പിന്നിൽ അരുണും സൽമാനുമാണെന്ന പുതിയ തിയറിയുമായി ഡെറിക് എന്നെ കാണാൻ വന്നിരുന്നു. ഇതിവിടെ പറഞ്ഞ നിങ്ങൾക്ക് ഗുണമാവെന്ന് ഞാൻ കരുതി. തീർച്ചയായിട്ടും മാഡം. തന്നെ വിശ്വസിക്കാത്ത ചേട്ടനോട് പകയുള്ള ഫിലിപ്പ് തന്നെ വഞ്ചിച്ചവരെയും വെറുതെ വിടില്ല. പ്രതികാരം, അത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. ഡെറിക്കിനും അരുണിനും സുരക്ഷ ഒരുക്കണം സാർ. പിന്നെ ഏത് വിധേനയും ഫിലിപ്പിനെ പിടികൂടണം സാർ. ഡെറിക്ക് ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ അല്ലേ? ഇല്ല സാർ, കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നലെ സാർ ഡിസ്ചാർജ് ആയി. ഡെറിക്കുമായിട്ട് സംസാരിച്ചിട്ട് വേണ്ടത് ചെയ്യും സാർ. സാറിന് ഏത് രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് ഏർപ്പാടാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ രണ്ടുപേരെ നിർത്തട്ടെ സാർ? താൻ എന്നെ അളക്കുവാണോ? സാർ, SP-യുടെ ഓർഡർ ആയതുകൊണ്ട്. അവരേതെങ്കിലും തെളിയാത്ത കേസിന്റെ പുറകെ വിടറോ? പോലീസ് തന്നെ ക്രിയാത്മകമാവട്ടെ. സാർ, അത് എൻ്റെ മരണത്തെ തടയാൻ ഈ 2 പോലീസുകാർ പോരെ. അവനെ കണ്ടാൽ കൊന്നുകളഞ്ഞേക്കാനായിരിക്കും തീരുമാനം അല്ലേ? കൊല്ലാൻ നടക്കുന്നവനെ പിന്നെ എന്താ ചെയ്യുക? അവനെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അവനെ കൊന്നു തീർക്കില്ലേ? ഇരയ്ക്ക് മുറിവേൽക്കാതെ വേട്ടയാടണം. വേട്ടക്കാരൻ്റെ ശരി ഇരയുടെ തെറ്റും, ഇരയുടെ ശരി വേട്ടക്കാരൻ്റെ തെറ്റുമാണ്. ഇരയോ വേട്ടക്കാരനോ ആവാതെ പറ്റില്ല. വേട്ടയെങ്കിൽ വേട്ട. എന്താ ഭാഷാശുദ്ധി? കേട്ടിട്ട് കൊതിയാവണം. ഏത് ബ്രാൻഡാണാവോ അടിച്ചത്?